നമുക്കിന്ന് ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറി ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്നവരല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ തക്കാളിയും പുളിയും ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കാതെ, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. ഏത് മീനും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എന്തോരം എടുക്കുന്നോ അത്രയും ടേസ്റ്റ് വരും. പിന്നെ കുറച്ച് ഏറെ കരിവേപ്പിലയും വേണം. ഒരു 5-6 മീനിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയേറെ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞ് നല്ല കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതാണ് വെളുത്തുള്ളി. അതൊരു കപ്പ് ഇട്ട് കൊടുത്തു. അതിലേക്ക് അത്രയും തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതും കൂടെ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവില്ലാത്ത നമുക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. പിന്നെ കരിവേപ്പില, അത് ഇച്ചിരി നന്നായിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് 1-2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വേറെ എണ്ണയൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ ഞരടിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മുടെ കൈക്ക് പുകച്ചിലുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഗ്ലൗസ് ഇട്ട് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ കൈക്ക് ഇങ്ങനെ നീറുമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നോടം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ മീൻകറി വെക്കാൻ എടുക്കുന്ന ആ ചട്ടിയിലേക്ക് ഒരു ലെയർ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം മീൻ ഓരോ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഒരു ലെയർ വെച്ച ശേഷം പിന്നെയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ പിന്നെയും മീൻ എടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ മീൻ മൊത്തം ചെയ്തെടുക്കണം. ബാക്കി വരുന്ന മസാല, അതായത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ആ മീനിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തോരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മൾ മീനിൻ്റെ നികക്കെ തേങ്ങാപ്പാൽ വരണം, അത്രയുമാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. നമ്മൾ ഒത്തിരി തിക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. നമ്മളിവിടെ പുളിയൊന്നും ചേർക്കുന്നില്ല. പുളിയും തക്കാളി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് പുളിക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ എല്ലാ ഇഷ്ടത്തിനനുസരിച്ച് പുളി എന്തോരാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് വേണം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇതിലൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കിയാലും മതി. വെള്ളം കുറവാണെന്ന് കാണുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ചെറുതാക്കി കൊടുക്കണം. ചെറു തീയിലിരുന്നത് നന്നായിട്ട് പറ്റി വരും. ഇച്ചിരി ചാറ് കുറുകി വരും. വെള്ളം പറ്റി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും. ഏത് മീനും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മത്തി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് കടുക് താളിച്ച് ചേർക്കാം. ഞാൻ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.